നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭയിൽ ആഞ്ഞടിച്ച് ശശി തരൂർ. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ കേരളത്തോട് കടുത്ത അവഗണന. സ്പീക്കർ ഓം ബിർലയ്ക്കെതിരെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ നോട്ടീസ്. തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പിട്ടില്ല. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ നീക്കത്തെ എതിർത്ത് SIT. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2.5 കോടിയുടെ നിക്ഷേപം. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത. അഴിമതി നിരോധന നിയമം തന്ത്രിക്കും ബാധകമെന്ന് SIT. കൊടിമര പുനർനിർമ്മാണ വിവാദം അന്വേഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള നടൻ ജയറാമിന്റെ ബന്ധം അന്വേഷിച്ച് ED. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ശബരിമല കൊടിമര പുനർനിർമ്മാണ അന്വേഷണത്തിൽ കോൺഗ്രസും പ്രതിരോധത്തിൽ. വഴിപാട് സ്വർണത്തിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭരണസമിതിക്ക് ഇല്ലെന്ന് അജയ് തറയിൽ. SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. KP ഉദയഭാനുവിന് ആന്റണിയുടെ വക്കീൽ നോട്ടീസ്. കേരള സർവകലാശാല യൂണിയൻ അസാധുവാക്കി VC. യൂണിയൻ ചെയർമാന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് നടപടി. സംഘർഷത്തിൽ യൂണിയൻ ചെയർമാൻ അശ്വിൻ ഉൾപ്പെടെ അറസ്റ്റിൽ. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കാത്തതിനെതിരെ. വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ സർക്കാർ. പ്രത്യേക നിയമനിർമ്മാണം ആലോചിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി അധ്യക്ഷയായി 5 അംഗ സമിതിയെ നിയോഗിക്കും. മലമ്പുഴയിൽ VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ്. തീരുമാനമെടുത്തിട്ടില്ലെന്ന് A സുരേഷ്. പറയേണ്ട സമയത്ത് പറയുമെന്ന് VD സതീശൻ. ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. തവനൂർ വിട്ടു നൽകുന്നതിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കാം. അതൃപ്തി പരസ്യമാക്കി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. തുടർ ഭരണത്തിനെതിരായ പ്രതികരണം കടുപ്പിച്ച് സച്ചിദാനന്ദൻ. അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. സാംസ്കാരിക നായകർ പറയുന്നത് നന്നാവാൻ വേണ്ടിയാണെന്ന് MV ഗോവിന്ദൻ. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് തോമസ് ഐസക്. സാംസ്കാരിക പ്രവർത്തകരുടെ വിമർശനം ആയുധമാക്കി പ്രതിപക്ഷം. തിരുവല്ല സ്പാ ബലാത്സംഗ കേസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു. 3 പ്രതികൾ ഒളിവിൽ തന്നെ. ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ വിമർശനം. വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് അധ്യാപകൻ. ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച അന്വേഷണം. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉറപ്പായി. ബഹിഷ്കരണ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ. മത്സരത്തിന് അനുമതി നൽകി പാക് സർക്കാർ. സൂപ്പർ സൺഡേ പോരാട്ടം കൊളംബോയിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ നീക്കത്തെ എതിർത്ത് SIT. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രിക്കും കുടുംബത്തിനുമായി 2.5 കോടിയുടെ നിക്ഷേപമുണ്ട്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഏറെ ദുരൂഹതയുണ്ടെന്നും SIT കോടതിയിൽ വാദിച്ചു. കൊടിമര പുനർനിർമ്മാണ വിവാദം അന്വേഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ ഇതിനിടെ നിയോഗിച്ചു. DYSP ഹരിദാസനാണ് അന്വേഷണ ചുമതല. വിവരങ്ങളുമായി VV വിനോദ്. വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്രത്തോളം നിർണായകമാണ്? ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം നടന്നത്. വാദം പൂർത്തിയായിട്ടുണ്ട്. 18-നായിരിക്കും വിധി പറയുക. ഈ വാദം നടക്കുമ്പോഴാണ് SIT ശക്തമായ വാദങ്ങൾ തന്ത്രിയുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ കുന്നത്തുകളത്തിൽ ചിട്ടി ഫണ്ട്സ് എന്ന സ്ഥാപനത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2.5 കോടിയുടെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 62 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. ഇത്തരത്തിൽ മറ്റ് ചില നിക്ഷേപങ്ങൾ കൂടിയുണ്ടെന്ന സൂചനകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട്
പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ട് എന്ന കാര്യം തുടക്കം മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ്. അത് വാദമായി വരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2004 മുതൽ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന കാര്യം, ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ മുൻപ് തന്നെ തന്ത്രി ഇത്തരം ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന ഒരു കാര്യം കൂടി ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണ കൊടിമര മാറ്റവുമായി അവിടെ സ്വർണം തട്ടിയെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത് വിജിലൻസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തണമെന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 പൂജപ്പുരയിലാണ് ഈ കേന്ദ്രമുള്ളത്. ആ യൂണിറ്റിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. CS ഹരി DYSPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം. അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടർമാരായ സജിശങ്കർ, രാജേഷ് കുമാർ, അജി ജി നാഥ് എന്നീ ഇൻസ്പെക്ടർമാർ കൂടി ഈ സംഘത്തിലുണ്ട്. അങ്ങനെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൂടി വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനിടെ നടൻ ജയറാമിന് ED സമൻസ് അയച്ചു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടിയാണ് EDയുടെ നീക്കം. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വയ്ക്കുകയും ചെയ്ത ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിച്ച സംഭവം ജയറാം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുമാണ് ജയറാം അന്ന് പ്രതികരിച്ചത്. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് EDയുടെ പ്രധാനപ്പെട്ട അന്വേഷണം. ഇതിൽ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് EDയുടെ സമൻസ് EDക്ക് ജയറാമിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സമൻസ് ലഭിച്ചത്. അടുത്ത ആഴ്ചയായിരിക്കും ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിലുള്ളത്. നിർമ്മാണവേളയിൽ ശബരിമലയിലെ കട്ടിളപ്പാളികളും വാതിലുകളും പല സ്ഥലത്തും കൊണ്ടുപോയി പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പണവും വാങ്ങിയിട്ടുണ്ട്. ശബരിമലയിലെ ഇത്തരം വിശേഷപ്പെട്ട വസ്തുക്കൾ വീട്ടിലെത്തിച്ചാൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞാണ് പൂജിച്ചത്. പോറ്റിയുമായുള്ള ചെന്നൈയിലെ പരിചയത്തിന്റെ പേരിലാണ് ശബരിമലയിലെ ഈ വസ്തുക്കൾ വീട്ടിൽ വെച്ച് പൂജ നടത്തിയത് എന്നാണ് SITക്ക് നൽകിയ മൊഴിയിൽ ജയറാം പറയുന്നത്. നേരത്തെ ജയറാമിനെ SIT സാക്ഷിയാക്കിയായിരുന്നു ഈ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. വിവരങ്ങൾ നൽകിയത്. ശബരിമല കൊടിമര പുനർനിർമ്മാണം അന്വേഷിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്ത് എന്തായിക്കോട്ടെ ചെയ്തല്ലോ. നിങ്ങൾ പോലും അറിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരാളും വിവരം അറിഞ്ഞില്ല. അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോ അപ്പ ചോർത്തി കൊടുത്തല്ലോ. SITയിൽ ആരാ ഉള്ളത്? SITയിലെ എല്ലാവരെയും കുറിച്ചല്ല. SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ട്. സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക്. ഇത് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ എന്താണെന്ന്? അവിടെ ആരുടെ ഏജന്റുമാർ അതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്. അതുകൂടി എല്ലാവരും കൂടി വായിച്ചു നോക്കിക്കോട്ടെ. ശബരിമല കൊടിമര സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. കൃത്യമായ കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വഴിപാടായി ലഭിച്ച സ്വർണത്തിന് രസീത് കൊടുക്കേണ്ട ജോലി പ്രസിഡന്റിനും മെമ്പർമാർക്കുമല്ല. പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി തീരുമാനത്തെ സന്തോഷത്തോടെ കാണുന്നുവെന്നും അജയ് തറയിൽ പറഞ്ഞു.
ഇത് പരിപൂർണമായി ഈ പ്രക്രിയ നടക്കുന്നത് പമ്പയിൽ വെച്ചാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് അഡ്വക്കേറ്റ് കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം വിജിലൻസ് ഓഫീസർ, ഇത്രയും പേരാണ് എല്ലാ ദിവസവും ആ സ്വർണം പൂശനിൽ അവിടെ ഉള്ളത്. 22/3/2017 കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്നും 9 കിലോ 161 ഗ്രാം സ്വർണം ഫിനിക്സ് ഗ്രൂപ്പ് പൈസ എന്ന് കസ്റ്റംസിന്റെ പ്യൂരിഫൈഡ് സ്വർണം വാങ്ങി. വിവിധ ഭക്തരിൽ നിന്നും 5/6/2017 80.490 കൊടിമരത്തിന്റെ പണിക്ക് 9 കിലോ 340.200 ഗ്രാം സ്വർണം ഉപയോഗിച്ചു. ബാക്കി വന്ന തങ്കം 232.80 ഗ്രാം, താഴെ കൂടുതൽ ഉപയോഗിച്ചത് 116 ഗ്രാം. തങ്ക ഫോയിൽ ബാലൻസ് 6.230 ഗ്രാം, പണിക്കുറവ് 29.610 ഗ്രാം എന്ന് പറഞ്ഞിട്ട് മഹസർ പകർപ്പ് 2 ബുക്ക്, ഇതെല്ലാം മഹസറിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഇതിന് എവിടെയാണ് ഇതിൽ നിന്നും കൂടുതൽ സ്വർണം കിട്ടിയത് എവിടെയാണെന്ന് അവർ പറയട്ടെ. ഇത് കൃത്യമായ കണക്കാണ്. ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി അത് സന്തോഷത്തോട് സ്വീകരിച്ച കണക്കാണ്. മിനിയന്നാൾ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ, പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. തിരുവാഭരണ കമ്മീഷണർ റെസീറ്റ് കൊടുത്തില്ലേ? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ. ഇവർക്കൊക്കെ ചെയ്യാൻ കാര്യം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഇത് റെസീറ്റ് കൊടുക്കലാണ് പണി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി MP തുടങ്ങിയവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ കോൺഗ്രസ്. ആരോപണമുന്നയിച്ച CPM നേതാവ് ഉദയഭാനുവിനെതിരെ 1 കോടി രൂപയ്ക്ക് ആന്റോ ആന്റണി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു. കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടാൻ SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന ആക്ഷേപം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മുഖ്യ പ്രചാരണ വിഷയമാക്കും. ഈ വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയും നിൽക്കുന്ന ചിത്രം ആദ്യം സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നതോടെയാണ് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ, അതോടൊപ്പം രാഷ്ട്രീയ പ്രചാരണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉയർന്നു തുടങ്ങുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് സണ്ണി ജോസഫ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് മാറിയേക്കും. പകരക്കാരനായി ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവ മുഖമായി മധ്യ കേരളത്തിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവായ ആന്റോ ആന്റണിക്കാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. പക്ഷേ അതിന് പിന്നാലെയാണ് ആന്റോ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ആക്കം കൂടുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു തരത്തിലും പിന്നോട്ടില്ല. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ് ആന്റോ ആന്റണി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ഈ ആരോപണങ്ങളിൽ തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുക, രാഷ്ട്രീയമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന മറുപടിയാണ് ആന്റോ ആന്റണി നൽകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വീണ ജോർജിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറാകുന്നില്ല. കാത്തിരിക്കൂ എന്ന് മാത്രമാണ് പറയുന്നത്. അതായത് തന്റെ കയ്യിലും ചില ആയുധങ്ങളുണ്ട്, അത് പുറത്തു വരുമ്പോൾ എന്താണ് ഇതിലെ വസ്തുത എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും എന്ന നിലപാടിലാണ് ആന്റോ ആന്റണി. അങ്ങനെയെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ വാക്പോരായി അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളായി മാറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. CPMന്റെ സംസ്ഥാന നേതൃത്വമല്ല, CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ആദ്യം ആന്റോയ്ക്കെതിരെ നിലപാട് ഘടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് സംസ്ഥാന നേതൃത്വം വിഷയം ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം നിയമപരമായ നടപടികളുമായി അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയമായി ഏത് തരത്തിലാണ് ഇതിന് മറുപടി നൽകാൻ പോകുന്നത് എന്നതാണ് അറിയാനുള്ളത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് പരമാവധി നേട്ടം കൊയ്യുക എന്നതായിരുന്നു UDFന്റെ തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണം അവർക്ക് ലഭിച്ചതാണ്. അതിനെ ഏത് വിധേനയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് UDF കൺവീനർ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണത്തിന് CPM തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ.
ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിൽ ഹൈക്കോടതി അന്വേഷണ നിർദ്ദേശത്തോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10 കിലോയിലധികം സ്വർണം പിരിച്ചു. 1/2 കിലോ കാണാനില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ VD സതീശനും മിണ്ടാട്ടമില്ല. കർണാടക കോൺഗ്രസിന്റെ പങ്കും അന്വേഷിക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ 30 ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. 29 ആളുകൾ അവരുൾപ്പെടെ നൽകിയിട്ടുള്ള സ്വർണം കാണാനില്ല എന്ന കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 29 പവൻ സ്വർണം കാണാനില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്, രേഖകൾ പ്രകാരം തന്നെ. അതല്ലാതെ ഒരുപാട് സ്വർണ്ണമുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം ഒന്നിനും കൃത്യമായിട്ട് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നും കണ്ടെത്തി. അപ്പോൾ മാത്രമല്ല, ഇത് വലിയ പണം പിരിച്ചിട്ടുണ്ട് കൊടിമരം മാറ്റുന്നതിൻ്റെ പേരിൽ. പക്ഷേ ആന്ധ്രയിലെ ഒരു ഫോണിക്സ് കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിരിച്ച പണം എവിടെ പോയി? കോടിക്കണക്കിന് റുപ്യ എവിടെ പോയി? അതുപോലെ തന്നെ സ്വർണവും പിരിച്ചിട്ടുണ്ട്. ആ സ്വർണം എവിടെയാണ് പോയത്? ഇതെല്ലാം ഏതാണ്ട് 10 കിലോ ആണ്. ചെറിയ സ്വർണ്ണമൊന്നുമല്ല, 10 കിലോ സ്വർണം അതിലധികം പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിരിച്ചതിൻ്റെ അകത്ത് 1/4 കിലോ അല്ല 1/2 കിലോ കാണാനില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെ സ്വാഭാവിക ജാമ്യം തേടിയാണ് N. വാസു കോടതിയെ സമീപിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് ജാമ്യമില്ല. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിൽ പ്രതിയാണ് ഗോവർദ്ധൻ. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും 20 വർഷമായി അയ്യപ്പ ഭക്തനാണെന്നുമായിരുന്നു ഗോവർദ്ധന്റെ വാദം. കേരള സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. കലോത്സവ ഫണ്ടും സർവകലാശാല കായിക താരങ്ങൾക്കുള്ള ഫണ്ടും VC തടഞ്ഞു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. പ്രവർത്തകർ VCയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസ് തടഞ്ഞതോടെയായിരുന്നു സംഘർഷം. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനു പിന്നാലെ VC വിദ്യാർത്ഥി യൂണിയൻ അസാധുവാക്കി പ്രഖ്യാപിച്ചു. പ്രതികാര നടപടിയെന്നാണ് SFIയുടെ പ്രതികരണം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയും വൈസ് ചാൻസലറും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. രാവിലെ കലോത്സവ ഫണ്ട് തടസ്സപ്പെടുത്തുന്ന വൈസ് ചാൻസലറുടെ നീക്കത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് വൻ പോലീസ് സംഘം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവർത്തകരെ പുറത്തു തടഞ്ഞു. പക്ഷേ പോലീസിന്റെ വലയം ഭേദിച്ചുകൊണ്ട് അകത്ത് കയറിയ SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുമ്പിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. തുടർന്ന് വൈസ് ചാൻസലർ തന്നെ ഗവർണറെ വിഷയം ധരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ അടിയന്തര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. SFIയുടെ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ഉള്ളവർ അറസ്റ്റിലായി.
പിന്നീട് പ്രവർത്തകർ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അതിനിടയിലാണ് അടിയന്തരമായൊരു നടപടി വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് കേരള സർവകലാശാല യൂണിയൻ പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി ഒരു മാസ കാലാവധി, അതായത് വരുന്ന 28-ാം തീയതി മാത്രമായിരുന്നു യൂണിയന്റെ കാലാവധി അവസാനിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ വൈസ് ചാൻസലർ ഈ യൂണിയനെ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശം. അതിനുശേഷം പുതുതായി ചുമതല തെരഞ്ഞെടുക്കപ്പെടുന്ന യൂണിയനായിരിക്കും ഈ യുവജനോത്സവത്തിന്റെ ഉത്തരവാദിത്തം, ചുമതല അവർക്ക് മാത്രമേ ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് വൈസ് ചാൻസലർ. എന്തായാലും ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഈ നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ അരങ്ങേറാനാണ് സാധ്യത. ആ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാകും പോലീസ് സർവകലാശാല ആസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒരുക്കുക. വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ സർക്കാർ നിയമനിർമ്മാണം ആലോചിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഡോക്ടർ കെ വാസുകി അധ്യക്ഷയായ 5-അംഗ സമിതിയെ പഠനത്തിനായി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാറിയിട്ടുണ്ട്. ലോകം മുഴുവൻ നിർമ്മിത ബുദ്ധിയും മറ്റ് മേഖലകളും വിസ്ഫോടനാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഗൗരവമേറിയ പഠനത്തിനും തുടർന്ന് വേണമെങ്കിൽ നിയമനിർമ്മാണത്തിലേക്കും പോകണോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതികളും ചില സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തെ ഗൗരവമായി സമീപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. ഈ വിഷയവും കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഈ കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി അധ്യക്ഷയായി 5-അംഗ സമിതിയെ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണം ഈ മാസം പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണോദ്ഘാടനം നിർവഹിക്കും. അതേസമയം യൂണിഫോം വിതരണത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെങ്കിലും അത് മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 13-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത ചടങ്ങിൽ കുട്ടികളുടെ യൂണിഫോം തുണിയും വിതരണം ചെയ്യും. അപ്പം പാഠപുസ്തകവും യൂണിഫോമും 3 മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പെരുന്നാളുകൾക്ക് 3 ദിവസത്തെ അവധിയെന്ന സമസ്തയുടെ ആവശ്യത്തിൽ പ്രതികരിച്ച് മന്ത്രി. സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭ കൂടിയാലോചിക്കേണ്ട കാര്യമാണെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. കേന്ദ്ര ബജറ്റിനെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് ശശി തരൂർ MP. നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുകയാണെന്ന് തരൂർ ആരോപിച്ചു. ലോക്സഭയിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മയെ ബജറ്റ് പരിഗണിച്ചിട്ടേയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഖ്യാപനങ്ങൾ മാത്രമേ സർക്കാർ നടത്തുന്നുള്ളൂ. കേരളത്തെ ബജറ്റിൽ അവഗണിച്ചെന്നും ശശി തരൂർ പറഞ്ഞു. This budget is praise for prudence, but prudence without vision or fairness is hollow. It ignores unemployment, it ignores rising living costs, and it ignores inequality, offering little to address the real struggles and aspirations of the Aam Aadmi. The government speaks endlessly of welfare, but its spending tells a very different story. Behind flashy announcements like chronic underutilization and administrative failure. Media reports show that of over 5 lakh crore budgeted for 53 major welfare and infrastructure schemes last year, barely 41% was spent in the first 9 months of the fiscal year. അസാധാരണ നീക്കങ്ങൾക്കാണ് ഇന്ന് പാർലമെന്റ് വേദിയായത്. സ്പീക്കർ ഓം ബിർലയ്ക്കെതിരെ 118 MP-മാർ ഒപ്പിട്ട അവിശ്വാസ നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് പ്രതിപക്ഷം കൈമാറി. തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇതാദ്യമായാണ് NDA ഭരണകാലത്ത് ഇങ്ങനെ സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ സ്പീക്കർക്കെതിരെ ഇങ്ങനെ MP-മാർ ഒപ്പിട്ട ഒരു നോട്ടീസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. പക്ഷേ തൃണമൂൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ ഒപ്പിട്ട് കാണുന്നുമില്ല. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ അസാധാരണ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭയിൽ ഉണ്ടാവുന്നത്. ഇന്ന്
ഓം ബിർളയെ പുറത്താക്കണം, അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ന് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. ലോക്സഭയുടെ ചരിത്രത്തിൽ ഇത് 4ാമത്തെ നീക്കമാണ്. NDA ഭരണകാലത്തെ ആദ്യത്തെ നീക്കവുമെന്ന പ്രത്യേകതയുമുണ്ട്. 118 പ്രതിപക്ഷ എംപിമാരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒപ്പുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത് ചർച്ചയ്ക്കെടുക്കുന്ന വേളയിൽ അവരുടെ പിന്തുണ ഉണ്ടാകുമോ, അവരെന്ത് നിലപാടെടുക്കുമെന്നത് പ്രസക്തമാണ്. എന്തായാലും സഭാ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായ സഭാ സമരമാണ് നടന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു സർക്കാർ, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഭാഗത്ത് അത്ര നീക്കമുണ്ടാകുന്നു എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിച്ചത്. ഇതാണ് പിന്നീടുണ്ടായ സ്തംഭനങ്ങൾക്കെല്ലാം കാരണമായതും. ഈ സ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും അനുരഞ്ജനത്തിലേക്ക് പോയില്ല. എന്തായാലും ഇന്ന് പക്ഷേ ഒരു നീക്കമുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബജറ്റ് ചർച്ചകൾക്ക് തുടക്കമായത്. പ്രതിപക്ഷത്തിൽ നിന്നും ശശി തരൂരാണ് ആദ്യം തന്നെ സംസാരിച്ച് തുടക്കമിട്ടത്. അദ്ദേഹം ആവട്ടെ ബജറ്റിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് നടത്തിയത്. അതിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബജറ്റ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ എയിംസ് അടക്കമുള്ള ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ബജറ്റിനെതിരായ രൂക്ഷ വിമർശനങ്ങളും ഇക്കാര്യത്തിൽ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തരൂർ ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും എന്നതും ഇന്നത്തെ പാർലമെൻറ്റ് നീക്കങ്ങളിൽ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ നോട്ടീസ് വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിലൊരു പ്രതിപക്ഷ ഐക്യം പ്രകടമാകുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. അതേസമയം പാർലമെൻറ്റിലെ നടന്ന ഈ നാടകീയ നീക്കങ്ങളിൽ സർക്കാരും ഒരു കരുതൽ നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും മറ്റും വനിതാ എംപിമാർ പ്രധാനമന്ത്രിയെ തടഞ്ഞു നിൽക്കാൻ ബോധപൂർവമായ ചില നീക്കങ്ങൾ നടത്തി. ഈ പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കേണ്ടിയിരുന്ന ദിവസം അന്ന് കോൺഗ്രസ് എംപിമാരുടെ നീക്കം, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ ഇപ്പോഴും നിരവധി നാടകീയ നിമിഷങ്ങൾക്കും സാധ്യതയുണ്ട്. നാളത്തെ ദിവസവും നിർണായകമാണ്. ശരി, TG സജിത്താണ് വിവരങ്ങൾ. CJ റോയുടെ ആത്മഹത്യയിൽ IT വിഭാഗത്തിന്റെ സമ്മർദ്ദമുണ്ടായെന്ന വാദം തള്ളി കോൺഫിഡന്റ് ഗ്രൂപ്പ്. വ്യക്തിപരമായ കടമുണ്ടായിരുന്നില്ലെന്നും നിക്ഷേപകർ ആരും നിക്ഷേപം പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും ഗ്രൂപ്പ് വ്യക്തമാക്കി. റോയുടെ സഹോദരന്റെ വാദം കൂടി തള്ളുന്നതാണ് കമ്പനിയുടെ നിലപാട്. CJ റോയുടെ ആത്മഹത്യയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ഉടനീളം പറയാൻ ഉദ്ദേശിച്ചത് ഇൻകം ടാക്സിന്റെ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയ്ക്ക് മേലുണ്ടായില്ല, കമ്പനി ഒരു വിധത്തിലുള്ള ബാധ്യതയിലുമില്ല, കുടുംബപരമായി അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ്. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാകുന്നത് പിന്നെന്തിനാണ് CJ റോയിയെ പോലുള്ള ഒരു ബിസിനസ്മാൻ സ്വയം ജീവനൊടുക്കാൻ തീരുമാനിച്ചത് എന്നാണ്. ഇന്നലെ അദ്ദേഹം MD പറയുന്നതനുസരിച്ച് ഇൻകം ടാക്സിന്റെ സാധാരണയായുള്ള ഒരു പരിശോധനയായിരുന്നു അന്നും നടന്നിരുന്നത്. സഹോദരൻ ഉന്നയിച്ചതുപോലുള്ള യാതൊരുവിധ സമ്മർദ്ദമോ CJ റോയുടെ മരണത്തിന് ഇൻകം ടാക്സിന് പങ്കില്ല എന്നാണ്. സ്വാഭാവികമായും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇൻകം ടാക്സിൻ്റെതായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും MD ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ളൊരു ഡയറി കുറിപ്പിനെ കുറിച്ചും ഒക്കെ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. അതിൽ CJ റോയ് കൃത്യമായി പറയുന്നുണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടികൾ നേരിട്ടു, കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു, ഇനി കമ്പനിയെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ആരായിരിക്കണം അടുത്ത ഇതിൻ്റെ ചുമതല വഹിക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായി തന്നെ CJ റോയ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അനുസരിച്ച് ഈ MD പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നവും കമ്പനിക്ക് ഉണ്ടായില്ല എന്നത് തന്നെയാണ്. ഒപ്പം കേരളത്തിലടക്കമുള്ള നിക്ഷേപങ്ങളിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടതിനെയും പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി യാതൊരുവിധ നിക്ഷേപത്തിലും പങ്കാളികളായിട്ടില്ല. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് നഷ്ടമുണ്ടായെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ പണം ഇരട്ടിയായി തന്നെ തിരികെ നൽകും എന്നുകൂടി MD പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ ആരോപണം, തുടക്കത്തിലുള്ള കുടുംബത്തിന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നു. സഹോദരനെ താൻ വിലക്കുകയും ചെയ്തു. അങ്ങനെ ഇൻകം ടാക്സിന്റെ ഒരു സമ്മർദ്ദം റോയ്ക്ക് മേൽ ഉണ്ടായിട്ടില്ല എന്നത് 20 വർഷമായി ഒപ്പം നടക്കുന്ന റോയിയുടെ ആത്മസുഹൃത്ത് എന്ന രീതിയിൽ താൻ പറയുന്നതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് MD TA ജോസഫ് പറയുകയുണ്ടായി. ഏതായാലും TA ജോസഫിനെ അടക്കം SIT നേരത്തെ തന്നെ വിശദമായ മൊഴിയെടുത്തിരുന്നു. ഇനി കുടുംബാംഗങ്ങളുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തി
രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ അവർക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ CJ റോയിയുടെ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ കമ്പനിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ചില രേഖകളും ഉടനെ തന്നെ ഹാജരാക്കണമെന്നാണ് SIT കുടുംബത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും CJ റോയിയുടെ ആത്മഹത്യയിൽ ഇപ്പോഴും ദുരൂഹത നീങ്ങിയിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പറയുന്നത് പ്രകാരം CJ റോയിക്ക് മാനസികമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ അത്രയേറെ കോൺഫിഡൻ്റ് ആയി തന്നെയായിരുന്നു CJ റോയ് തൻ്റെ ബിസിനസ് കൊണ്ട് നടന്നതെന്നാണ്. പക്ഷേ എന്തിനാണ് അങ്ങനെയെങ്കിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടക്കുന്ന വേളയിൽ CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നതിലാണ് ഉത്തരം കണ്ടെത്തേണ്ടതുള്ളത്. എന്തായാലും SITയുടെ അന്വേഷണം ആ വിധത്തിൽ പുരോഗമിക്കുമ്പോൾ ഉടനെ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിപ്പൂരിലെ ഉഖ്രൂൽ മേഖലയിൽ സംഘർഷങ്ങൾക്കായവില്ല. നാഗ വിഭാഗക്കാരുടെ കൂടുതൽ വീടുകൾ കുക്കികൾ അഗ്നിക്കിരയാക്കി. ജില്ലയിലുടനീളം 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സായുധ സംഘങ്ങൾ തെരുവുകളിൽ അഴിഞ്ഞാടുകയാണ്. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, ഇന്നലെ കുക്കി വിഭാഗക്കാരുടെ വീടുകളാണെങ്കിൽ ഇന്നത് നാഗ വിഭാഗക്കാരുടേതാകുന്നു. ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ സംഘർഷം പടരുകയാണോ? തീർച്ചയായിട്ടും അത്തരത്തിൽ വേണം കരുതാൻ. ഇതിനു മുൻപേ ഈ കുക്കി വിഭാഗക്കാരും അതുപോലെ തന്നെ മെയ്തേ വിഭാഗക്കാരും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ നാഗ വിഭാഗങ്ങൾ അവരൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് ഈ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കൂടി സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ സംസ്ഥാനത്തുള്ള സാഹചര്യം അത് ഏറെ വഷളാവുകയാണ്. നിലവിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ സംഘർഷങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിലവിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാഗ വിഭാഗക്കാരെയും കുക്കി വിഭാഗത്തിലുള്ള ആളുകളെയും ചേർത്ത് ഒരു സമാധാന ചർച്ച അത് പോലീസിൻ്റെയും കളക്ടറിൻ്റെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്നാൽ ഈ ചർച്ച അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ വീടുകൾ അഗ്നിക്കിരയാക്കുന്ന നടപടിയിലേക്ക് കടന്നത്. 21 നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ 21ഓളം വീടുകളാണ് നിലവിൽ കത്തി നശിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിൻ്റെ ഭീകരാവസ്ഥ. ഈ കുക്കി വിഭാഗക്കാരുടെ വീടുകളും കത്തി നശിച്ചിട്ടുണ്ട്. കുക്കി വിഭാഗങ്ങളുടെ 4 വീടുകളാണ് നശിച്ചതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇരട്ടിയിലധികം വീടുകളാണ് ഈ നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടേതായി നിലവിൽ അഗ്നിക്ക് ഇരയായിട്ടുള്ളത്. നാഗ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനാണ് ശനിയാഴ്ച വൈകിട്ടോടെ മദ്യപിച്ചെത്തിയ ചില കുക്കി വിഭാഗക്കാർ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് പ്രദേശത്ത് വലിയ രീതിയിലുള്ള കല്ലേറുണ്ടാവുകയും പിന്നീട് വീടുകൾ കത്തിക്കുന്ന ഒരു പ്രതികാര നടപടിയിലേക്ക് കടന്നതും. ഇപ്പോൾ സംഘർഷത്തിൽ പരിക്കേറ്റ് നിരവധി പേർ ചികിത്സയിലുമാണ്. ഉഖ്രൂൽ ജില്ലയിലാണ് ഈ സംഘർഷ സാഹചര്യമുള്ളത്. സംഘർഷങ്ങളെ തുടർന്ന് 5 ദിവസത്തേക്ക് ആഭ്യന്തര മന്ത്രാലയം ഇന്റർനെറ്റ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. കർഫ്യൂ തുടർന്നിട്ട് പോലും ഈ സായുധ സേനാ വിഭാഗങ്ങൾ അവർ മേഖലയിലേക്ക് ഇറങ്ങി അവിടെ സംഘർഷം രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല സായുധ സേനാ അംഗങ്ങളും അവർ ആകാശത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് ഒരു ഭീതിയുടെ അന്തരീക്ഷം തന്നെയാണ് അവിടെ ഗ്രാമങ്ങളിൽ പടർത്തുന്നത്. പോലീസും ഇവരെ നിയന്ത്രിക്കാൻ ഏറെ പാടുപെടുകയാണ്. ഇവർക്ക് ഈ എത്രയൊക്കെ റെയ്ഡുകൾ പോലീസ് നടത്തിയിട്ടും ഇവർക്ക് ആയുധങ്ങൾ അത് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി നടന്നത്. എന്തായാലും ഈ ഒരു സംഘർഷങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്നവരെ ഈ വൈ ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ജനങ്ങൾ സംയമനം പാലിക്കണം, സമാധാനത്തോടെയുള്ള ഒരു ജീവിതം അത് പുനഃസ്ഥാപിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമീപ ജില്ലകളിലേക്ക് ഉഖ്രൂൽ മേഖലയിൽ ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി പേരാണ് ഒരു സുരക്ഷിത സ്ഥാനം തേടി സമീപ ജില്ലകളിലേക്കൊക്കെ പോയിട്ടുള്ളത്. അവിടങ്ങളിലും സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുമുണ്ട്. അജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ആധുനിക ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇന്നും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അതിൽ തന്നെ ജെൻസി അഥവാ 2K കിഡ്സ് എന്ന് വിളിക്കുന്ന വിഭാഗം അവരുടെ സവിശേഷതമായ സ്വഭാവങ്ങളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം. ആ നന്നാക്കാൻ വേണ്ടിയുള്ള പണിയായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പോരെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ.
വിമർശനങ്ങളെ അവസരമായി കാണുന്നുവെന്നും തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഒരിക്കൽ ഭരിച്ച പിന്നെ അടുത്തോണം മാറി നിൽക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ജനാധിപത്യ തത്വമെങ്കിൽ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. LDFും UDFും മാറി മാറി അങ്ങ് ഭരിച്ചാൽ പോരെ. ആ തെരഞ്ഞെടുപ്പിന്റെ ചെലവൊക്കെ ഒഴിവാകും, ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കണ്ട. തിരുത്തേണ്ടത് തിരുത്തും. അത് ആര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പൊ ആ രീതിയിലെ ഈ വിമർശനത്താണ് കാണുന്നുള്ളൂ. കാണിച്ചോട്ടെ, തിരുത്തണം. അതല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അതല്ലേ ഞങ്ങളുടെ പ്രമേയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുള്ള അവകാശം അവർക്കുണ്ടെന്ന് ജനങ്ങൾക്കുണ്ട്. അവർ തെറ്റുകൾ പറയും, ചൂണ്ടിക്കാണിക്കും, വിമർശനങ്ങൾ പറയും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. പിണറായി സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ് ഉള്ളതെന്നും ഇടത് സാംസ്കാരിക പ്രവർത്തകരെ സർക്കാരിനെതിരാക്കിയത് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും. ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്, അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത്. അതാണ് തീവ്ര വലതുപക്ഷ രീതിയിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടയായ മലമ്പുഴയിൽ അപ്രതീക്ഷിത നീക്കവുമായി UDF VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയും പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന A സുരേഷിനെ മത്സരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സമീപിച്ചിരുന്നുവെന്ന് സുരേഷും ന്യൂസ് 18നോട് സമ്മതിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VSന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന A സുരേഷിനായി ഇപ്പോൾ UDF ചില ചരടുവലികൾ നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. മലമ്പുഴ മണ്ഡലം നമുക്കറിയാം, CPMന്റെ LDFന്റെ കുത്തക മണ്ഡലമായ മലമ്പുഴയിൽ സുരേഷിനെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു. ഇക്കാര്യം സുരേഷ് ന്യൂസ് 18 സ്ഥിരീകരിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് സംസാരിച്ചിരുന്നു, പക്ഷേ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. കോൺഗ്രസിന്റെ ആരായിരുന്നു വന്നത്? സംസ്ഥാന ലീഡർഷിപ്പ്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അല്ല, അവരിങ്ങനെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. അത് അങ്ങനെ ഒരു താല്പര്യം കൂടെ ഉണ്ടോ, മത്സരിക്കാനൊരു മനസ്സുണ്ടോ? തീരുമാനിച്ചില്ല. UDF സ്വതന്ത്രനായി സുരേഷിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നേതൃത്വം താല്പര്യപ്പെടുന്നത് എന്നാണ് അറിയുന്നത്. ദീർഘകാലമായി നമുക്കറിയാം സുരേഷ് CPMയുമായി അകന്നു നിൽക്കുകയാണ്. VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പാർട്ടി നടപടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് A സുരേഷ് എന്ന് നമുക്കറിയാം. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി ഒട്ടും അടുപ്പത്തിലല്ല, പക്ഷെ അപ്പോഴും ഇടതുപക്ഷ ആശയധാര പിന്തുടരാൻ സുരേഷ് എപ്പോഴും മടിച്ചിരുന്നില്ല. അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും വിമർശനാത്മകമായി പാർട്ടിയുടെ നിലപാടുകളെ സമീപിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് A സുരേഷ് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഇടതുപക്ഷ ആശയങ്ങൾ തന്നെ പിന്തുടരും എന്നാണ്. അതേസമയം സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട സമയത്ത് അക്കാര്യം പറയും എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. അല്ല, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ്, അല്ലേ? പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഐഷാപോറ്റി വന്നു, നിങ്ങൾ അറിയിച്ചില്ലേ? ഐഷാപോറ്റി വന്ന് കയറുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായി ക്യാമറയൊക്കെ എടുത്ത്. അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും, പല അവസരങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ ദേശത്ത് ഒരു പരിപാടി നടത്തില്ല. അതേസമയം A സുരേഷ് അടക്കമുള്ള ആര് വന്നാലും പാർട്ടി സ്വീകരിക്കും എന്നാണ് അവിടുത്തെ DCC അധ്യക്ഷൻ ശ്രീ A തങ്കപ്പൻ വ്യക്തമാക്കിയത്. അതേസമയം പാർട്ടി നേതൃത്വം DCCയോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നും തങ്കപ്പൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിന്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആള് വരുന്നത് സന്തോഷമുള്ളൂ. ആര് വന്നാലും തോന്നില്ല. ഞാൻ എന്തായാലും സമീപിച്ചിട്ടില്ല. പാർട്ടിക്കാര് അവർ KPCC നേതൃത്വത്തിൽ മറ്റ് സമിതിയൊക്കെ ഉണ്ട്. അവർ കണ്ടെത്തി ഇന്ന ആളെ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് ചെയ്യും. സുരേഷ് വരികയാണെങ്കിൽ സ്വീകരിക്കും. ആരെ വന്നാലും ഈ പാർട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
CPM സംസ്ഥാന സെക്രട്ടറിയും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയുകയുണ്ടായി. മലമ്പുഴ ഒരു ഇടതുകോട്ടയാണ്. ആ ഇടതുകോട്ടയിൽ സുരേഷിന് ഒരു വിള്ളലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അത് അത്തരമൊരു വാർത്തയെക്കുറിച്ച് കോൺഗ്രസിനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് UDF ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നോട് ചോദിക്കുന്നത് പാർട്ടി സംഘടനാപരമായ ഒരുപാട് നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങളോട് വിശദീകരണം തരാൻ പോകുന്നില്ല. അവർ എല്ലാ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഒരു തരത്തിലും സാധിക്കില്ല. അത് വിചാരിച്ച് ആശങ്കപ്പെടേണ്ട. എന്നാലും നമുക്കറിയാം CPM-ന്റെ കുത്തക മണ്ഡലമാണ് മലമ്പുഴ. സാക്ഷാൽ EK നയനാരും VS അച്യുതാനന്ദനും മത്സരിച്ച മണ്ഡലമാണ്. 2001 മുതൽ 2016 വരെ 4 തവണ VS മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ സുരേഷിൻ്റെ ശക്തമായ സജീവമായ സാന്നിധ്യം VS-നൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ഡലം ചിരപരിചിതമാണ് സുരേഷിന് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് സുരേഷിന് ഒരു സാധ്യത കൽപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ A പ്രഭാകരനായിരുന്നു അവിടെ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചത്. 25,000-ൽ പരം വോട്ടുകൾക്കാണ് പ്രഭാകരൻ അവിടെ ജയിക്കുകയും മറ്റും ചെയ്തത്. രണ്ടാം സ്ഥാനത്ത് അന്ന് എത്തിയത് BJP-യാണ്. BJP കൂടി വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് മലമ്പുഴ. കോൺഗ്രസിന് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അവിടെ യോഗം. അവിടെയാണ് സുരേഷിനെ പോലെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനെ, ഇടതുപക്ഷ സഹയാത്രികനെ പരീക്ഷിച്ച് ഒരു തരത്തിൽ വിജയമടക്കം ആഗ്രഹിക്കാൻ UDF ശ്രമിക്കുന്നത്. തവനൂർ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുന്നതിനെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം. സീറ്റ് ലീഗിന് നൽകരുതെന്ന് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ആവശ്യപ്പെട്ടു. തവനൂരിലും പൊന്നാനിയിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പ്രാദേശിക പ്രവർത്തകരുടെ വികാരം കൂടി നേതൃത്വം കണക്കിലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PT അജയ് മോഹൻ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 2 സീറ്റുകളാണ് തവനൂരിലെയും പൊന്നാനിയിലെയും. ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഈ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ തന്നെ നിരവധി പേരുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ UDF-ന്റെ ചെയർമാനുമായ PT അജയ് മോഹൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ടതാകുന്നത്. ഇവിടെ പ്രാദേശികമായിട്ടുള്ളവരെ പരിഗണിക്കണമെന്നൊരു വികാരം ഈ മേഖലയിലെ പ്രവർത്തകർക്കുണ്ട്. അത് നേതൃത്വം മനസ്സിലാക്കുമെന്നാണ് അദ്ദേഹം പരോക്ഷമായിട്ട് തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. പ്രത്യേകിച്ച് PT അജയ് മോഹൻ 2 തവണ പൊന്നാനി മത്സരിച്ച് എങ്കിലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം ഇത്തവണയും മത്സരിക്കാനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ പൊന്നാനിയിൽ ഇതിനോടകം തന്നെ KP നൗഷാദ് അലി അവിടെ പ്രവർത്തനം സജീവമാക്കിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. PT അജയ് മോഹൻ്റെ ഈ ഒരു വാക്കുകൾ വരുന്നത് പ്രാദേശികമായിട്ടുള്ളവരെ പരിഗണിക്കണം എന്നൊരു വികാരം പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത്. അത് ഒന്നുകിൽ തനിക്ക് പൊന്നാനി പരിഗണനയില്ലെങ്കിൽ തവനൂരിലേക്ക് തന്നെ പരിഗണിക്കണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് പൊന്നാനിയിൽ തവനൂരിലും 2 ഇടങ്ങളിലുമുള്ള പ്രവർത്തകർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ളവർ ഇവിടേക്ക് വരാനുള്ള സാധ്യത മുൻനിർത്തി തന്നെയാണ് അജയ് മോഹൻ്റെ വാക്കുകൾ എന്ന് വേണം കരുതുവാൻ. അതുപോലെ തന്നെ തവനൂർ സീറ്റ് ലീഗുമായി വെച്ചുമാറുന്നതിനെ സംബന്ധിച്ചും വലിയ ഒരു എതിർപ്പ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. അത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം തന്നെയാണ് പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല ആകെ 4 സീറ്റിലെ മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട സീറ്റാണ് തവനൂർ. അത് വിട്ടുകൊടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം കുറയ്ക്കാൻ വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അത്തരത്തിലൊരു സീറ്റ് വെച്ചു മാറുന്നതിനോട് യോജിക്കാനാകില്ല എന്ന നിലപാടാണ് അജയ് മോഹൻ പങ്കുവച്ചത്. എന്നിരുന്നാൽ തന്നെയും ഈ 2 സീറ്റുകളെ സംബന്ധിച്ച് നേതൃത്വത്തിൻ്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അംഗീകരിക്കുമെന്ന് അജയ് മോഹൻ പറയുമ്പോൾ ഒരുപക്ഷെ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാൻ വന്നാലും നൗഷാദ് അലി പൊന്നാനി സ്ഥാനാർത്ഥിയായാലും അർഹിക്കുന്നൊരു പ്രാധാന്യം, പരിഗണന അദ്ദേഹത്തിന് ലഭിക്കണമെന്നൊരു കാര്യം കൂടി പറയാതെ പറയുകയാണ് PT അജയ് മോഹൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വരാനുള്ള സാധ്യത ഇവിടെ പങ്കുവയ്ക്കുക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം വാക്കുകളിലൂടെ. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ 3 പ്രതികൾ മാത്രമാണ് പിടിയിലായത്. 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. തിരുവല്ല സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഇതുവരെ 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. 6 പേരാണ് സംഭവത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ 3 പേരെയാണ് പോലീസ് പിടികൂട്ടിയിട്ടുള്ളത്. 1-ാം പ്രതി മരണസുബിനും ബെർലിൻ ദാസ്, ഒപ്പം ഇന്നലെ പിടിയിലായ വരുൺകുമാർ എന്നിവരെയാണ് ഇതുവരെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ സുബിനും ഒപ്പം ഈ ബെർലിൻ ദാസും റിമാൻഡിലാണ്. എന്തായാലും ഇന്നലെ പിടിയിലായ വരുൺകുമാറിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ ഒളിവിലുള്ള പ്രതികളെക്കുറിച്ച് പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കായുള്ള
തിരച്ചിലും പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവല്ല DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും പോലീസിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. കാരണം 1-ാം തീയതി നടന്നൊരു സംഭവമാണ്. അതിനുശേഷം 2-ാം തീയതിയാണ് കേസെടുക്കുന്നത്. കേസെടുത്തതിന് ശേഷം പ്രതികളെ പിടികൂടാൻ വൈകുന്നത് പോലീസിനെതിരെയും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ ഗുണ്ടകളും പോലീസും തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ആരോപണം കൂടി ആദ്യഘട്ടത്തിൽ തന്നെ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ അത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ആരോപണം ഉള്ള സാഹചര്യത്തിൽ ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് വലിയ രീതിയിൽ ഈ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ചില ബന്ധമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, പോലീസ് ചില ആളുകൾ തിരുവല്ലയിൽ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളുമായി ചില ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് മാസപ്പടി വാങ്ങിയെന്നുള്ള ആരോപണമുണ്ട്. ഇതൊക്കെ സമഗ്രമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ പ്രതിയായ സുബിനും അതുപോലെ തന്നെ ബെർലിൻ ദാസുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. പിന്നീട് ആണ് ഇന്നലെ വരുൺകുമാർ അറസ്റ്റിലായത്. വരുൺകുമാറിനെ ആലുവയിൽ നിന്നാണ് ഇന്നലെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. നിർണായകമായ ചോദ്യം ചെയ്യൽ നടക്കുന്ന അയാളിൽ നിന്നും ഈ ഒളിവിൽ പോയ ആളുകളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 11ഓളം കേസിലെ കാപ്പ കേസ് അടക്കം ഉള്ള കേസുകളിലെ പ്രതിയാണ് 1-ാം പ്രതിയായ സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന പ്രതി. ആ പ്രതിയെക്കുറിച്ചും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ട്. കാരണം തിരുവല്ലയിൽ പല തവണകളായി ഇങ്ങനെ ആളുകളെ നിർബന്ധിച്ച് സ്ഥാപനങ്ങളിൽ നിന്നും പണപ്പിരിവ് ഈ ഗുണ്ടകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കെതിരെ പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം കൂടി വിമർശനമുണ്ട്. എന്തായാലും ഈ 6 പ്രതികളും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഒരു ആളുകളുടെ പൊതുജന അഭിപ്രായം ഉയരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് പോലീസും പ്രതികളും തമ്മിൽ ചില ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ അതേസമയം പോലീസ് കൃത്യമായി ഈ കേസിൽ ഇടപെടുകയും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഈ കേസ് ഈ ബലാത്സംഗത്തിനിരയായ അതിജീവിത പരാതി നൽകിയിരുന്നില്ല. പോലീസ് സ്വമേധയാ ഈ കേസ് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേന കണ്ടെത്തിക്കൊണ്ട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ആ കേസെടുത്ത ഉടൻ തന്നെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അതേസമയം മറ്റ് ആരോപണങ്ങൾ, അതായത് സ്ഥാപന ഉടമ ഉന്നയിച്ച ആരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു അറിവ് നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് പോലീസും ഗുണ്ടകളും തമ്മിൽ ചില ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളുള്ള ആരോപണം മാത്രമാണ്. അത്തരത്തിൽ ഗുണ്ടകളും പോലീസും തമ്മിൽ ബന്ധമില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ 3 പ്രതികളെ കൂടി ഉടൻ പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനം വിട്ടെന്നുള്ള സൂചനയുണ്ട്. എന്തായാലും അതനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കൃത്യമായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന 17 സ്പാകൾക്ക് നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം. രേഖകൾ ഹാജരാക്കാൻ സാവകാശം നൽകി. ഇല്ലാത്തപക്ഷം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും. സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിക്കുന്ന സ്പാകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തുന്ന പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി നടത്തിയ പരിശോധനയിൽ 17 സ്ഥാപനങ്ങൾക്ക് ഈ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് കൃത്യമായ രേഖകൾ പരിശോധനയുടെ സമയത്ത് ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകിക്കൊണ്ട് സാവകാശം നൽകിയിരിക്കുകയാണ്. ഇത്രയും സമയം, അതായത് നോട്ടീസ് പ്രകാരം ഉള്ള കാലപരിധിക്കുള്ളിൽ ഈ കൃത്യമായ രേഖകൾ സമർപ്പിച്ചില്ല എങ്കിൽ ഈ സ്പാകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഈ ഒരു റെയ്ഡുകൾ അല്ലെങ്കിൽ പരിശോധനകൾ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബോർഡുകൾ വെച്ചുകൊണ്ട് സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അപ്പുറം ഈ ഒരു പല മേഖലകളിൽ IT ഹബ്ബായ കഴക്കൂട്ടം മേഖലകളിലടക്കം പല സ്ഥലങ്ങളിലും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചടക്കം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കൃത്യമായ യാതൊരു രേഖകളോ ഇല്ലാതെ അനാശാസ്യ പ്രവർത്തനങ്ങളും മറ്റും ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതും ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ അറിവിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. പക്ഷേ അവരിലേക്ക് എത്താനുള്ളൊരു സമയം, അതായത് കൃത്യമായ തെളിവുകളോടുകൂടി പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇവരിലേക്ക് എത്താനുള്ളൊരു സാവകാശം കൂടിയാണ് ഇപ്പോൾ നഗരസഭ എടുക്കുന്നത്. ഈ ഒരു കൃത്യമായ സ്ഥാപനങ്ങളുടെ പരിശോധന അവസാനിച്ചതിന് ശേഷം വീണ്ടും സ്ഥാപനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് അനാശാസ്യ പ്രവർത്തനങ്ങളോ മറ്റ് ലഹരി ഇടപാടുകളോ ഗുണ്ട ഇടപാടുകൾ അടക്കം നടക്കുന്നുണ്ടോ എന്ന കൃത്യമായ പരിശോധനയും നിരീക്ഷണവും ഉണ്ടാവും ഈ ഒരു നഗരസഭയുടെ ഭാഗത്തു നിന്നും. അതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനം എന്നതിനപ്പുറം
അപ്പുറത്തേക്ക് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ആരോഗ്യ വിഭാഗവും ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും പരിശോധനകൾ തുടരുമെന്നാണ് നഗരസഭയിൽ നിന്നും അറിയിക്കുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് ആദൂർ സ്വദേശിനിയായ രേഷ്മയെ ഇന്നലെയാണ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന രേഷ്മ സുഹൃത്തിനൊപ്പമായിരുന്നു താമസിച്ചു വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു. സന്ദേശ് എന്ന സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നലെയാണ് ചൂരിയിലെ ആസാദ് നഗർ എന്ന് പറയുന്ന വാടക ക്വാർട്ടേഴ്സിൽ ചിന്നുപാപ്പയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആൺ സുഹൃത്ത് നിരന്തരം ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കിടപ്പ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം പരിയാർ മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇതിനൊരു വ്യക്തത വരൂ. ഏതായാലും വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. പിതാവ് ഗംഗാധരൻ ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആത്മഹത്യയിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ വിശദമായ ഒരു അന്വേഷണത്തിനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ടൗൺ പോലീസാണ് ഇത് സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഈ രേഷ്മ എന്ന ചിന്നുപാപ്പു കാസർഗോഡൻ തനത് ശൈലിയിൽ ഉള്ള വ്ളോഗ് നടത്തുന്ന ആളാണ്. ഇവരുടെ ഇത്തരത്തിലുള്ള മരണം വലിയ ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു വാടക ക്വാർട്ടേഴ്സിലെ ഈ മുറിയിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതിൽ കാണപ്പെട്ടത്. വിവാഹ മോചന കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ ഇവർ ആരോടും ഇത് പങ്കുവെച്ചിരുന്നില്ല. ഇവരുടെ വീഡിയോകളെല്ലാം വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു ഇവരുടെ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. 4 വയസ്സുള്ള ഒരു മകനുണ്ട്. 24 വയസ്സാണ് രേഷ്മയ്ക്ക്. എന്തായാലും ഈ പ്രേമവിവാഹമായിരുന്നു ഇവരുടെ നേരത്തേത്. അത് വലിയ തോതിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് അത് ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇവരുടെ കുടുംബ വീട്ടിൽ നിന്നും മാറി ഇത്തരത്തിൽ കാസർഗോഡ് നഗരത്തിലുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരുടെ വ്ളോഗുകളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഇവരും ഈ ആൺ സുഹൃത്തും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആൺ സുഹൃത്തിൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് പോലീസ് നടക്കുന്നത്. ഇവരുടെ സുഹൃത്തുക്കളുടെയും ഒപ്പം കുടുംബത്തിൻ്റെയും മൊഴി ഇതോടൊപ്പം പോലീസ് രേഖപ്പെടുത്തും. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരൂ. അതിന് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ പ്രാഥമികമായൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷമായിരിക്കും പോലീസിൻ്റെ കൂടുതൽ വ്യാപകമായുള്ള അന്വേഷണം നടക്കുക. അതിനു മുമ്പ് ഈ ആൺ സുഹൃത്തിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് നൽകുന്ന വിവരം. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ഗുഡ്സ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഫറോക്കിലായിരുന്നു സംഭവം. വയനാട് സ്വദേശി അലീന മേരിക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,555 രൂപ, പവന് 1,16,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,030 രൂപ, പവന് 96,240 രൂപ. വെള്ളി ഗ്രാമിന് 290 രൂപ, കിലോഗ്രാമിന് 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.